ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ഏപ്രിൽ മാസം 24-ാം തീയതി, മീനമാസം 11-ാം തീയതി, വ്യാഴാഴ്ച. സമയം രാവിലെ 6 മണി. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ വീണ്ടും സ്വർണ്ണവില താഴേക്കിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പവന് 2200 രൂപയും ഗ്രാമിന് 275 രൂപയും ഉയർന്ന സ്വർണ്ണവില ഇന്നലെ അതേപടി തിരിച്ചിറങ്ങി. 74,000 പിന്നിട്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയ സ്വർണം താഴേക്കിറങ്ങി 72,120 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ മാസം ആദ്യം 68,080 രൂപയായിരുന്ന ഒരു പവൻ സ്വർണം ഇതുവരെ 4,000 രൂപയിലധികമാണ് വർദ്ധിച്ചത്. സ്വർണ്ണവില ഇനിയും ഉയരുമെന്നും പവന് 1,00,000 രൂപയിലെത്തുമെന്നുമുള്ള പ്രവചനങ്ങൾ നിലനിൽക്കെയുള്ള സ്വർണത്തിൻ്റെ ഈ തിരിച്ചിറക്കം സ്വർണം വാങ്ങുന്നവർക്ക് നേരിയ ആശ്വാസം നൽകി. എങ്കിലും ഈ കുറവ് താൽക്കാലികമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലും തകർച്ച തുടരുന്ന സ്വർണ്ണവില ഇന്നലെ രാവിലെ $3,340 പരിധിയിലായിരുന്നു. ഇന്ന് വീണ്ടും താഴേക്കിറങ്ങി. ഇന്ന് രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില ഒരു ഔൺസിന് $3,285. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,834 രൂപ, ഒരു പവൻ 78,676 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,375 രൂപ, ഒരു പവൻ 59,007 രൂപ. ഇന്ന് രാവിലെ 916 സ്വർണ്ണവില 1 ഗ്രാം 9,015 രൂപ, ഒരു പവൻ 72,120 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ വെള്ളിവില 1 ഗ്രാം 109 രൂപ, 1 കിലോ 1,09,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്